ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയത്തിന് CPIM പ്രാഥമിക ചർച്ചകൾ പൂർത്തിയായി. സിറ്റിംഗ് MLA-മാരും മന്ത്രിമാരും വരെ പരിഗണനയിലുണ്ട്. ഈ മാസം 27-ന് CPIM സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും. മുതിർന്ന നേതാക്കൾക്കൊപ്പം യുവാക്കളെയും മത്സരത്തിനിറക്കി വിജയസാധ്യത ഉറപ്പിക്കാനുള്ള പുതിയ തന്ത്രമാണ് CPIM-ന്. ചില MLA-മാരെ പരീക്ഷണത്തിനിറക്കണമെന്ന ആലോചനയും നേതൃത്വത്തിനുണ്ട്. ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രാഥമിക ചർച്ചകൾ നടന്നു. ആറ്റിങ്ങലിൽ വർക്കല MLA വി ജോയുടെ പേര് മാത്രമാണ് പരിഗണിച്ചത്. ആലപ്പുഴയിൽ സിറ്റിംഗ് MP AM ആരിഫ് മത്സരിച്ചേക്കും. ജില്ലാ നേതൃത്വത്തിന്റെ അഭിപ്രായവും പരിഗണിച്ചാവും അന്തിമ തീരുമാനം. പത്തനംതിട്ടയിൽ TM തോമസ് ഐസക് വന്നേക്കും. പാലക്കാട് A വിജയരാഘവനാണ് സാധ്യത കൂടുതൽ. M സ്വരാജിന്റെ പേരും ചർച്ചയിലുണ്ട്. ആലത്തൂരിൽ മന്ത്രി K രാധാകൃഷ്ണനെ മത്സരിപ്പിക്കാനാണ് നേതൃത്വത്തിന്റെ ആഗ്രഹം. പക്ഷേ മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് K രാധാകൃഷ്ണൻ അറിയിച്ചു. AK ബാലൻ, PK ജമീല എന്നിവരുടെ പേരും ചർച്ചയിലുണ്ട്. കോഴിക്കോട് എളമരം കരി മത്സരിച്ചേക്കും. കണ്ണൂരിലും വടകരയിലും KK ശൈലജയുടെ പേര് പരിഗണനയിലുണ്ട്. കണ്ണൂരിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയുടെ പേരും സജീവമാണ്. കാസർഗോഡ് TV രാജേഷിനാണ് സാധ്യത. പൊന്നാനിയിൽ KT ജലീലിന്റെ പേര് സജീവ ചർച്ചയാണ്. മന്ത്രി V അബ്ദുറഹ്മാനെ പരിഗണിച്ചെങ്കിലും താല്പര്യമില്ലെന്ന് അറിയിച്ചതായാണ് വിവരം. മലപ്പുറത്ത് VP സാനുവിന്റെ പേര് വീണ്ടും ഉയർന്നു വരുന്നുണ്ട്. ഇടുക്കിയിൽ ജോയ്സ് ജോർജ് വീണ്ടും വന്നേക്കും. ചാലക്കുടിയിൽ മുൻ മന്ത്രി C രവീന്ദ്രനാഥിന്റെ പേരാണ് പാർട്ടി പരിഗണിക്കുന്നത്. എറണാകുളത്ത് പൊതുസ്വതന്ത്രനാണ് സാധ്യത. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി നാളെയും മറ്റന്നാളും ജില്ലാ കമ്മിറ്റികൾ ചേരും. 21-ന് സംസ്ഥാന കമ്മിറ്റി പട്ടിക വീണ്ടും ചർച്ച ചെയ്ത പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികൾക്ക് വിടും. അതിനുശേഷം കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതിയോടെ ഈ മാസം 27-ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് തീരുമാനം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.